إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സർവശക്തനായ നാഥന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സൂക്ഷ്മതയുള്ള അടിയാറുകളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതേപോലെ എൻ്റെ സഹോദരന്മാരോടും വസിയത്ത് ചെയ്യുകയാണ്. പഠിച്ച തമ്പുരാന്റെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ സൂക്ഷ്മതയോടുകൂടി അനുധാവനം ചെയ്ത് ജീവിക്കുന്ന അവന്റെ ഉത്തമദാസന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം എവിടെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും കാക്ഷിച്ച് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാവും മിഅ്റാജുമായി ബന്ധപ്പെട്ട ചില വർത്തമാനങ്ങളാണ് നാം കഴിഞ്ഞ ആഴ്ച എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. നമുക്കറിയാം, പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവിടുത്തെ അനുചരന്മാർ ഒരുപക്ഷെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വല്ലാത്ത പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഉപരോധത്തിനും നാടുകടത്തലിനും എല്ലാം വിധേയമായി കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റബ്ബിന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് സമാശ്വസിപ്പിക്കുകയും ചില സമ്മാനങ്ങൾ നൽകുകയും ചില മഅ്ജിസത്തുകൾ, ചില അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു തത്വത്തിലും ആദർശത്തിലും ദർശനത്തിലുമാണോ നിലകൊള്ളുന്നത്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ദൃഢബോധ്യം വരുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനങ്ങളെല്ലാം അവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്തതിനു ശേഷം പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടർന്നങ്ങോട്ടുള്ള പ്രബോധന ജീവിതം എന്ന് പറയുന്നത് മറ്റൊന്നായിരുന്നു. അത് അവസാനം യഥാർത്ഥത്തിൽ സംഭവിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, തീർച്ചയായിട്ടും സത്യം വന്നു കഴിഞ്ഞു, അസത്യം നശിക്കാനുള്ളതാണ്, അത് നശിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലോകത്ത് ആ വിശുദ്ധമായ ദർശനത്തെ വിജയിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞു. അതായിരുന്നു അതിന്റെ പശ്ചാത്തലം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കപ്പെട്ട ഒരു സമ്മാനം നമ്മൾ മനസ്സിലാക്കി. അത് നമസ്കാരമായിരുന്നു. ആ നമസ്കാരത്തിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് താങ്കൾ ആവശ്യപ്പെടുക, വസ്തഈനു ബിസ്സബ്രി വസ്സലാ, തീർച്ചയായിട്ടും നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും താങ്കൾ റബ്ബിലേക്ക് കൈനീട്ടുക, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ കൈവിടുകയില്ല എന്ന് സമാശ്വസിപ്പിക്കുന്ന ഒരു വർത്തമാനവും അതിന്റെ ഫലമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്ന വിജയവുമെല്ലാം നാം കഴിഞ്ഞ ആഴ്ച ഒന്ന് ഓട്ടപ്രദക്ഷിണം നടത്തി പറയുകയുണ്ടായി. സവിശേഷമായ അതേ അർത്ഥത്തിലുള്ള ഒരു അവസരത്തിൽ കൂടിയാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹവും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ വായിക്കേണ്ടായി. യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഒരു രാജ്യം എന്ന് അവരും ഇതേപോലുള്ള വൈവിധ്യമായ പരീക്ഷണങ്ങൾക്കും ഭീഷണികൾക്കും അതുപോലെ തന്നെ ഒരുപക്ഷെ ഇനി അങ്ങോട്ട് നാടുകടത്തലിലേക്കും ഒക്കെ റസൂൽ അനുഭവിച്ചതുപോലെയുള്ള വല്ലാത്ത അവസ്ഥകളിലേക്കൊക്കെ എത്തിപ്പെടുകയാണ്. മുസ്ലിം വേഷം ധരിക്കുന്ന, മുസ്ലിം പേര് വെക്കുന്ന, മുസ്ലിം ചിഹ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ അപരവൽക്കരിക്കപ്പെടുകയും അവർ പരസ്യമായി പീഡിപ്പിക്കപ്പെടുകയും വർദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുകയും അവരുടെ ഐഡന്റിറ്റി നിലനിർത്തുന്ന ഒന്നും ഇനി അവശേഷിപ്പിക്കാൻ പാടില്ല. അതിന് താജ്മഹലാണെങ്കിലും ശരി, കുതബ് മിനാർ ആയാലും ശരി, ഇവിടെ ആയിരക്കണക്കോളം വർഷം നിങ്ങൾ താമസിച്ചു, ഭരിച്ചു, നിങ്ങൾ ഇവിടെ ജീവിച്ചു എന്നുള്ളത് തെളിയിക്കുന്ന അതിന്റെ അവശേഷിപ്പുകൾ ഒന്നുമില്ലാതെ ഈ രാജ്യത്ത് നിന്നെല്ലാം തുടച്ചു നീക്കുവാനുള്ള സർവകാലമാന സംവിധാനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ മറ്റേത് നാട്ടിലും ഇല്ലാത്ത ഒരു സൗകര്യം ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നു. അതെന്ത് എന്ന് നമുക്ക് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് നമുക്കൊരു ഇസ്ലാമികമായി നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ പേഴ്സണൽ ലൈഫില്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മുസ്ലിമായി ജീവിക്കുവാൻ, ഇസ്ലാമിക ശരീഅത്തിനെ പിൻപറ്റുവാൻ നമുക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വിവാഹമോചനങ്ങൾ, അതേപോലെ സ്വത്തോരി വയ്ക്കൽ, അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിന് മുസ്ലിങ്ങൾക്ക് അവരുടെ നിയമം അവിടെ അനുവദിച്ചു കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ചു പോകുകയും ചെയ്തിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അവിടെയും കൈവയ്ക്കപ്പെട്ടിരിക്കുന്നു. ഉത്തരാഖണ്ഡിലെ ഈ കഴിഞ്ഞ ദിവസം അതാ പേഴ്സണൽ ലോ അവിടെ പാസ്സാക്കപ്പെട്ടു. അത് ഗവർണർ ഒപ്പം വെച്ചു, അംഗീകരിച്ചു. ഇനി ബഹുഭാര്യത്വം അവിടെ ക്രിമിനൽ കുറ്റമാണ്. ഇനി ഇദ്ദയിരിക്കൽ അതേപോലെ തന്നെ ക്രിമിനൽ കുറ്റമാണ്. ഈ അർത്ഥത്തിലൊക്കെ
നമ്മുടെ തികച്ചും പേഴ്സണൽ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാൾ അവരുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം 4 മാസം അവരുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും മറ്റുമൊക്കെ ഒരു ഭാഗത്ത് കഴിഞ്ഞുകൂടുക, അവരുടെ ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായി കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ആ കഴിഞ്ഞുകൂടുവാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലിരിക്കാൻ ഞങ്ങളുടെ സമ്മതം വേണം, ഞങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങൾ അങ്ങനെ ഇരിക്കരുത് എന്ന് പറയുന്ന, എന്നാൽ അവിടെയുള്ള ആദിവാസികളായിട്ടുള്ള ആളുകളുടെ നിയമത്തില്, അവരുടെ ആചാരങ്ങളില്, അവരുടെ സമ്പ്രദായങ്ങളില്, അവരുടെ രീതികളിൽ കൈവച്ചില്ല. അവർ 3% വരൂ. ആ രാജ്യത്തിലെ വെറും 3% വരുന്ന ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടപ്പോ അതിനേക്കാളൊക്കെ ഒരുപാടുള്ള ഒരു സമുദായത്തെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഹിന്ദു മാരേജ് ആക്ടുമായി ബന്ധപ്പെട്ട സംഗതികളിലും ഒക്കെ ചില ഇളവുകളൊക്കെ അവരതിൽ നൽകിയിരിക്കുന്നു. പക്ഷെ ഇത് നേരത്തെ പൗരോഹിത്യ ബില്ലൊക്കെ കൊണ്ടുവന്നത് പോലെ കൃത്യമായിട്ടും ഇസ്ലാമിക സമൂഹത്തെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും യഥാർത്ഥത്തിൽ വേണ്ട. ഞാനൊരു സാന്ദർഭികമായിട്ടൊരു സംഗതി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതേ അർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിലേക്ക് കാര്യങ്ങൾ ഓരോന്ന് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥാപനങ്ങളും കുഴി തോണ്ടി അതിന്റെ അടിക്കൽ തോണ്ടി അവസാനം ഒരൊറ്റ രാത്രി ഒരു കോടതി ഉത്തരവിലൂടെ അത് അടുത്ത ദിവസം ആ ഉദൂഖാനയിൽ കണ്ടത് ലിംഗമാണെന്നും പറഞ്ഞ് അവസാനം അവിടേക്ക് കയറി ഇപ്പോൾ പൂജയും മറ്റുമൊക്കെ നടത്തി. ഇനി ഏതെല്ലാം അർത്ഥത്തിൽ എങ്ങനെയൊക്കെ എന്തെല്ലാം സംഭവിക്കും എന്ന് പറയുക സാധ്യമല്ല. ഇതിനൊന്നും പള്ളിക്ക് ലൈസൻസ് ഇല്ലാതെ ഒരുപാട് പള്ളികൾ നടക്കുന്നുണ്ട്. ഇതിനൊന്നും ആ അർത്ഥത്തിൽ അംഗീകാരമില്ല. ആയതുകൊണ്ട് രാത്രി കൊണ്ട് അങ്ങ് ബുൾഡോസർ എടുത്ത് നിരത്തുകയാണ്. ഇതൊക്കെ ഞാൻ നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചതാ. ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഖുതുബയിൽ പറയണമെന്ന് ചോദിച്ചാൽ ചിലരൊന്നും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടല്ലേ ഇല്ല. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് നമ്മൾ വായിക്കുന്ന പത്രത്തിൽ വരുന്നുമില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ചിലർക്കൊന്നും ഇങ്ങനെ ഒരു സംഗതി തന്നെ അറിയില്ല. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില അടിയൊഴുക്കുകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സമുദായത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക പ്രവർത്തനം നടത്തിയത്. മദീനയിലേക്ക് പ്രവാചകൻ വന്നവൻ ആദ്യമായിട്ട് ചെയ്തത് അവിടെ സർവേ നടത്തുകയായിരുന്നു. അവിടുത്തെ ജൂതന്മാരുടെ സ്വഭാവം എന്താണ്, അവിടുത്തെ ക്രിസ്ത്യാനികളുടെ സ്വഭാവം എന്താണ്, അതുപോലുള്ള മറ്റുള്ള ആളുകളുടെ പ്രകൃതി എന്താ, അവിടുത്തെ ഓരോ ആളുകളെയും പഠിച്ചുകൊണ്ട് അവരെ ആരെയൊക്കെ വരുതിയിൽ നിർത്തണം, ആരെയൊക്കെ കൃത്യമായിട്ട് ചേർത്ത് നിർത്തണം എന്നൊക്കെ പ്രവാചകൻ പഠിച്ചു. അവർ കേവലം നിസ്കാരവും നോമ്പ് കൈകെട്ടലും ദുആയും മാത്രം പഠിപ്പിക്കായിരുന്നില്ലല്ലോ റസൂല്. ഒരു ഇസ്ലാമിക സമൂഹം അതിജീവനം നടത്തേണ്ട ഒരു സമുദായം എങ്ങനെയാ പോണ്ടതെന്ന് റസൂല് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ആ റസൂലിന്റെ സുന്നത്തുള്ള ഉത്പാദകല്ലേ. നമുക്ക് നിസ്കരിക്കണോടത്ത് മാത്രം മതിയോ ആ സുന്നത്ത്? അതിനപ്പുറത്ത് ഒരു കാലഘട്ടത്തിലെ ഒരു സമുദായത്തിന്റെ കുത്തൊഴുക്ക്, അത് എങ്ങോട്ടാ കൂപ്പുകുത്തിക്കൊണ്ട് പോകുന്നത്, അതിനെങ്ങോട്ടാണ് നയിച്ചു കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ കൂടെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ ഒരു ഭയപ്പാടിന്റെ നിഴലിന്റെ കീഴിലാണ് നമ്മുടെ സമുദായം മൊത്തം. ആരും മിണ്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ മിണ്ടിയാൽ ഭീകരവാദിയാക്കപ്പെടും, മിണ്ടിയാൽ വർഗീയവാദിയാക്കപ്പെടും, മിണ്ടിയാൽ നമ്മുടെ സ്ഥാപനങ്ങൾ ബാധിക്കപ്പെടും, നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആയതുകൊണ്ട് ഇപ്പോൾ നല്ലത് മൗനമാണ്, വരുമ്പോലെ കാണാം, അതങ്ങ് അവിടെയല്ലേ എന്ന അർത്ഥത്തിലാണ് ഉള്ളത്. പക്ഷേ അതൊന്നും ഇങ്ങോട്ടെത്താൻ വലിയ നേരമൊന്നും വേണ്ട എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള സംഗതികളും ഭീഷണികളും ഇതുപോലുള്ള സംവിധാനങ്ങളും ഒക്കെ വരുമ്പോൾ ആ വിശ്വാസിയുടെ നിലപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും തളരുന്നവനാകാൻ പാടില്ല അവൻ എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇതുപോലുള്ള ഒരുപാട് ഉത്ഥാന പതനങ്ങളുടെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ്, മുകളിലേക്കും താഴേക്കും ഇത് പോയിട്ടുണ്ട്. ആകെ നശിപ്പിക്കപ്പെട്ടു. ഇനി ഇതിനൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വിചാരിച്ചെടുത്ത് നിന്ന് ബോസ്നിയയിൽ ഉയർത്തെഴുന്നേറ്റുണ്ട്, പലസ്തീനിൽ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ലോകത്തിന്റെ ഓരോ ഭാഗത്തും അത് ഉയർത്ത്. തുർക്കിയിൽ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, തുർക്കിയിൽ ആകെ നാമാവിശേഷമായ അടുത്തുനിന്ന് അവിടെയും അതാ നവജാഗരണം വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തീർച്ചയായിട്ടും ഇത് വരിക തന്നെ ചെയ്യും. ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതായത് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഇവന്മാർക്കൊക്കെ എന്തൊരു വെറുപ്പാണെങ്കിലും എത്ര അരോചകമാണ്, ഇവരുടെ ഇസ്ലാമോഫോബിക് ആയിട്ട് ഇവരെന്തൊക്കെ പറഞ്ഞാലും അള്ളാഹു അവന്റെ ദീനിനെ വിജയിപ്പിക്കുകയും ചെയ്യും. നിങ്ങളതിൽ ഭയപ്പെടേണ്ടതില്ല, നിങ്ങളതിൽ ദുഃഖിക്കേണ്ടതില്ല. തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് കഴിയും. ഇത് വിജയിക്കും. വിജയിക്കാൻ വേണ്ടി പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ആ വിശ്വാസം നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കമ്പിൽ നിന്ന് വേറൊരു കമ്പിലേക്ക് കയറ് കെട്ടിയിട്ട് അതിന്റെ മേലെ കൂടെ ഒരാളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ നടന്നു പോകുമ്പോ താഴെയുള്ള ആളെ ചോദിച്ചു, അയാളങ്ങ് നടന്നു പോവുമോ, അങ്ങോട്ട് എത്തുവോ? എന്താണ് എത്താതെ?
അയാൾ വളരെ പ്രാക്ടീസ് ഉള്ള ആളാണ്. അയാൾ അതിന്റെ മോട് നടന്ന് അപ്പുറത്തേക്ക് എത്തും. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, അയാളുടെ തോളിലൊന്ന് കയറിയിരിക്കുക, അയാളുടെ തോളിലൊന്ന് കയറിയിരിക്കുക. അയാളുടെ അത്തുന്നുള്ള അത്ര ഉറപ്പുണ്ടല്ലോ. ഒരാളെയും കൂടി ചേർത്ത് ഇന്ന് 2 ആളെ വെച്ചിട്ട് വേണമെങ്കിലും അയാൾ അങ്ങോട്ട് പോകും. 2 ആൾ വേണ്ട, നിങ്ങളൊന്ന് കയറി എന്ന് പറഞ്ഞപ്പോ അതിനുള്ള ധൈര്യം നമുക്കില്ല. സംഗതി ഇവിടെ ഇസ്ലാം വിജയിക്കുകയൊക്കെ ചെയ്യും. സംഗതി ഇസ്ലാമിനെ വിജയിക്കുള്ളൂ. ഇത് പറയാനും വിശ്വസിക്കാനും ഒക്കെ നമ്മളുണ്ട്. പക്ഷെ ആ വിജയിക്കാൻ പോകുന്ന, ഇസ്ലാമെ വിജയിക്കാൻ പോകുന്ന ദർശനത്തിന് വേണ്ടി ഒന്ന് കയറി നിൽക്കാനുള്ള ധൈര്യമില്ല. അതിനുവേണ്ടി നിലകൊള്ളാനുള്ള ധൈര്യമൊന്നുമില്ല. അത് വിജയിക്കും എന്ന് നമുക്ക് പറയുക. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, "വലാ തഹിനു തദഉ ഇലസ്സൽമി വഅൻതുമുൽ അഅലൂന വല്ലാഹു മഅക്കും വലൻ യദ്രിക്കും അഅമാലക്കും." പടച്ചതമ്പുരാൻ നമ്മളോട് കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ ദുർബലരാകരുത്. വലാ തഹിനു, നിങ്ങൾ ദുർബലരാകരുത്. അതേപോലെ തന്നെ തദഉ ഇലസ്സൽമി, അതേപോലെ തന്നെ അവരോട് നിങ്ങൾ അടിയറവ് പറയാനും പാടില്ല. അവരുടെ മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കുന്ന ഒരവസ്ഥയും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അൻതമുൽ അഅലൗന, നിങ്ങൾ തന്നെയാണ് മെച്ചപ്പെട്ടവർ, നിങ്ങൾ തന്നെയാണ് ഔന്നത്യമുള്ളവർ. വല്ലാഹു മഅക്കും, ആ റബ്ബ് നിങ്ങളോടൊപ്പം ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നഷ്ടവും വരുത്തുകയില്ല. നിങ്ങൾ ശക്തമായിട്ട് പറ, നിങ്ങൾ പണിയെടുത്തോ, റബ്ബ് നിങ്ങളോടൊപ്പം ഉണ്ട്. ഇത് വിജയിക്കുന്ന ഒരു ദീനാണ്. ഈ ദീനിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സകലമാന സംഗതികളോ അതിന്റെ 1-ാം തീയതി മുതൽ ഇന്ന് തുടങ്ങിയതല്ല. അത് ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും നമ്രൂദായിട്ടും ഹാമാനായിട്ടും ഫിറഔനായിട്ടും ഖാറൂനായിട്ടും ഒക്കെ ഒരുപാട് അബൂജഹലായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അത് വരും. അത് ട്രംപായിട്ട് വരും, ബൈഡനായിട്ട് വരും, വേറെ സാധനമായിട്ട് വരും, മോഡിയായിട്ട് വരും, അതുപോലെ പലതായിട്ടും വരും. ഇത് ഇതിന്റെ സുന്നത്താണ്, ഇത് ഇതിന്റെ പ്രകൃതിയാണ്. ആ പ്രകൃതിയെ കണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോ നിങ്ങൾ പകച്ചു നിൽക്കേണ്ട. വലാ തഹിനു, നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളോടൊപ്പം നിങ്ങളുടെ നാഥനുണ്ട്. ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഇറങ്ങിയ ആളുകളിലേക്ക് എന്ന് ഇറങ്ങിയപ്പോ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. അങ്ങനെ പടച്ച തമ്പുരാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നൊരു വിശ്വാസത്തോടുകൂടെ ഇറങ്ങിയ ആളുകളായിരുന്നു തീർച്ചയായിട്ടും വിജയിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങേയറ്റത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിസന്ധി കേട്ട ഒരുപക്ഷെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നമ്മൾ ഈ കാണുന്ന പ്രതിസന്ധി അല്ലാന്ന് അല്ലേ? നമ്മുടെ ഭാഷയെ പറഞ്ഞ തുണ്ടക്കാണോ തുണിയെക്കാണോ അവരുടെ ഓടുകയായിരുന്നില്ലേ? എവിടുന്ന്? മക്കയിൽ മദീനയിലേക്ക്. ആരോടും പറയാൻ ഒരു മനുഷ്യനെ കാണാതെ പേടിച്ച് അരണ്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു ദുരവസ്ഥയായിരുന്നില്ലേ അവർക്ക്? ആ അവസ്ഥ ആ പോകുന്ന സമയത്ത് പറഞ്ഞത് എന്താണ്? പടച്ചോമ്പനെ എവിടെ പോകേണ്ടി വരുന്നു? എവിടെ പോകുകയാണെങ്കിൽ സത്യത്തോടൊപ്പം എന്നെ അങ്ങ് പ്രവേശിപ്പിക്കണേ. നിന്നിൽ നിന്നുള്ള സവിശേഷമായ സഹായവും ആ സമൂഹത്തെ മാറ്റിയെടുക്കുവാനുള്ള ഒരു അധികാരവും, ഇത് രണ്ടും നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. അത് നിന്നിൽ നിന്ന് വേണം. കാരണം നീ വിജയിക്കുന്ന ഒരു ദർശനം മാത്രം നമ്മുടെ തന്നാൽ പോരാ, അതോടൊപ്പം നിന്റെ ഒരു ഉദവിയും വേണം, നിന്റെ ഒരു സഹായവും വേണം. പടച്ച തമ്പുരാനോട് റസൂൽ പ്രാർത്ഥിച്ചു. അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു. പോയി അത് വിജയിക്കുകയും ചെയ്തു. അതിൽ യാതൊരു സംശയവുമില്ല. അതങ്ങനെ തന്നെയാണ്, തീർച്ചയായിട്ടും വിജയിക്കും. അങ്ങനെ തന്നെയുള്ള വേറൊരു സംഗതി നിങ്ങൾ നോക്കുക. ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുക. എന്തിനാ ഈ കിടങ്ങ് കുഴിക്കണമെന്നറിയോ? അപ്പുറത്തിപ്പന്മാരെല്ലാരും കൂടെ കൂടിയിരിക്കുകയാണ് ഇവരെ കൈകാര്യം ചെയ്യാൻ. മുസ്ലിം സമൂഹത്തെ കൈകാര്യം ചെയ്യാൻ വന്നപ്പോ അവരെ തടുക്കുവാൻ വേണ്ടി, അവരിങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അവരുടെ ചുറ്റും ഒരു കിടങ്ങ് കുഴിക്കുക. ആ കിടങ്ങ് കുഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു വലിയ കല്ല്. ആ കല്ല് കണ്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കല്ല് ഇവരൊന്ന് പൊട്ടിച്ചിട്ട് പൊട്ടാണ്ടായപ്പോ റസൂലിനോട് പറഞ്ഞപ്പോ റസൂൽ വന്നിട്ട് തിക്കാസ് എടുത്തിട്ട് ഓങ്ങിയൊരു വെട്ടിയിട്ട് എന്താ പറഞ്ഞത്? പേർഷ്യയുടെ അടിക്കല് ഇളകി. പിന്നെ ഷാമിന്റെ, സിറിയയുടെ, അങ്ങനെ അന്നത്തെ ലോകത്തെ സൂപ്പർ പവർ എന്ന് പറയുന്ന സാധനങ്ങളുടെയൊക്കെ അടിക്കല്ല് ഇളകി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ മുനാഫിക്കൾ ഉള്ളിലിരുന്ന് ചിരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാം? ഇവിടെ ശത്രുക്കളിനെ പേടിച്ച് രണ്ടിന് പോകാൻ വയ്യ പുറത്ത്. അങ്ങനത്തെ അവസ്ഥയിൽ പറയാണ് പേർഷ്യനെ പരാജയപ്പെടുത്തിയത്രേ, റോമനെ പരാജയപ്പെടുത്തിയത്രേ. എന്താ ഉണ്ടായത്? റസൂൽ പറഞ്ഞത് നടന്നോ? ആ സന്ദർഭത്തിൽ അത് പറയാൻ കഴിയുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ, ഒരു ഇച്ഛാശക്തി, അത് ചെറുതല്ല. അത് അങ്ങേയറ്റത്തെ ഈമാനിൽ നിന്ന് മാത്രം ഉത്ഭൂതമാവുന്ന ഒരു സാധനം. അതിന് ഉള്ളിൽ അത് വേണം. ഈ ബീച്ചില് ബലൂണ് വിൽക്കാൻ നിൽക്കുന്നുണ്ട്.
അപ്പോൾ കുട്ടികളൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ചുവന്നൊരു ബലൂൺ ആകാശത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എത്ര ദൂരത്തും ചുവപ്പ് കാണാം, നല്ല ഉയരത്തിലുള്ള ബലൂൺ. ഈ ബലൂൺ കച്ചവടക്കാരൻ ഈ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ചുവന്ന ബലൂണിനകത്ത് ഹൈഡ്രജൻ ആണ് നിറച്ചിരിക്കുന്നത്. ഈ ഹൈഡ്രജൻ നിറച്ച ബലൂൺ നല്ല ഉയരത്തിൽ പോകും. അങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് വലിയ ഉയരത്തിൽ. അപ്പൊ കുട്ടികളൊക്കെ വന്നിട്ട് അടുത്ത് വന്നിട്ട് ചോദിച്ചത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ചുവപ്പ് ബലൂൺ വേണം. പച്ചയും കറുപ്പൊക്കെ കൊടുത്ത വേണ്ട, ചുവപ്പാണ് നല്ല ഉയരത്തിൽ പോവുക. അപ്പൊ പറഞ്ഞു, അതാ നിറം കൊണ്ടല്ല ഉയരത്തിൽ പോകുന്നത്. ആ നിറം കൊണ്ടല്ല ഉയരത്തിൽ പോകുന്നത്, അതിന്റെ അകത്തുള്ള സാധനം. അകത്തുള്ള സാധനമാണ് അതിന്റെ ഔന്നത്യത്തിന്റെ അടിസ്ഥാനം. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളുടെ ഔന്നത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈമാനാണ്. അത് എത്ര കണ്ട് ഉള്ളിലുണ്ട്, അതിന്റെ തോത് എത്രയാ, അത് എത്ര ഡിഗ്രി ഉണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഔന്നത്യം. അല്ലാത്തടത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പതറിപ്പോയി കളയും, അടിയറവ് പറഞ്ഞു കളയും. നമ്മളൊക്കെ ഭയപ്പെടേണ്ടതുണ്ട്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. എപ്പോഴും പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. പടച്ചോനെ, ഈ ഹിദായത്ത് കിട്ടിയതിന് ശേഷം ഏതെങ്കിലും ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ പേടിച്ച് ബേജാറായിട്ട് ഈ ദർശനവും വിട്ടു പോകുന്ന, ഈ ആദർശം വിട്ടു പോകുന്ന ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാക്കരുത്. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ. ഞങ്ങൾക്കൊട്ട് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ പിടിവിട്ടു പോകുന്ന, പതറിപ്പോകുന്ന, ആടിപ്പോകുന്ന, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഭയപ്പെടേണ്ടതുണ്ട്. ആ സമയത്തൊക്കെ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക, ഞങ്ങളുടെ നാഥൻ റബ്ബാണെന്ന് പറഞ്ഞിട്ട് ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ആ കഴിയുന്ന ആളുകൾക്കേ രക്ഷയുള്ളൂ, അല്ലാത്തവർക്കില്ല. അത് ഉറച്ചു വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമുക്കങ്ങനെ നമ്മളോടൊപ്പം ഒരു പടച്ച തമ്പുരാനുണ്ട്. ആയതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞത്, ഫലാ തഖ്ശൗന്നാസ വഖ്ശൗനി വലാ തഷ്തറൂ ബിആയാതി സമനൻ ഖലീല. നിങ്ങൾ ജനങ്ങളെ പേടിക്കണ്ട, എന്നെ പേടിക്കും. അല്ലാഹു പറയാ, നിങ്ങളെന്തിനാ അവരെയൊക്കെ പേടിക്കുന്നത്? നിങ്ങളോടൊപ്പം നിങ്ങളുടെ കർണനാടിയേക്കാൾ, നിങ്ങളുടെ കണ്ടനരമ്പിനേക്കാൾ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നിങ്ങളുടെ ഓരത്തും ചാരത്തും ഒരു റബ്ബുണ്ടാവുമ്പോ പല തക്ഷവിനാസ്, നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടുന്നത് എന്തിനാ? വക്ഷൗനി, നിങ്ങൾ എന്നെ പേടിക്കും, എന്നെ പേടിച്ചാൽ മതി. ഇവൻ അല്ല അല്ലാത്തവരെ പേടിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, പിന്നെ ദുനിയാവിൽ അവനിക്ക് ഭയങ്കര പ്രശ്നം. പിന്നെ അവനിക്ക് തിരിയാനും അറിയാനും പറ്റില്ല. നമുക്കറിയാലോ, നമ്മൾ ഒന്നിനും പേടിക്കില്ലല്ലോ. ഒരു കല്യാണത്തിന്റെ ഏതാ സമയം, ഏത് സമയമായാലും നമുക്ക് പ്രശ്നമില്ല. മുഹൂർത്തം തെറ്റി നമുക്ക് എന്തോ പ്രശ്നമുണ്ടോ? നമുക്കൊരു സാധനം തന്നെ ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ 12 മണിക്ക് പുതിയാപ്പിള വരാമോ 2:30 മണിക്കാണ് വരിക. നമുക്ക് അങ്ങനെ ഒരു സാധനം തന്നെ ഇല്ലാത്തതിന്റെ ഗതികേട് ഖത്തീബ്മാരാവില്ലേ അനുഭവിക്കുന്നത്. നമുക്ക് നേരം സമയത്തിനും പേടിയില്ല. ഖൈറും ഷർറും അള്ളാഹ്. പൂച്ച ചാടിയാ പേടിയില്ല, പല്ല് നോക്കിയാ പേടിയില്ല, അതുപോലെ ഒന്നിനും നമുക്ക് പേടിയില്ല. ഇതിനൊന്നും പേടിയില്ല. ഈ പടച്ചോനല്ലാത്തവനെ പേടിക്കണവൻ എല്ലാറ്റിനെയും പേടിക്കണം. പക്ഷെ റബ്ബിനെ പേടിക്കുന്നവർക്ക് ഇതൊന്നും പേടിക്കേണ്ടതില്ല. ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം, അതഖ്ശൗനഹും, നിങ്ങൾ അവരെയാണോ പേടിക്കുന്നത്? വല്ലാഹു അഹഖ അൻ തഖ്ശൗ ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു അഹഖ അൻ തഖ്ശൗ ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അവരെയാണോ പേടിക്കുന്നത്? പേടിക്കപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളത് അല്ലാഹു മാത്രമാണ്. കൊടുത്തു പോമിനി ഇങ്ങോട്ട് ഉള്ളില് കളറല്ല അല്ലേ? സംഗതി വിശ്വാസിയുടെ കോലും ചേലും ഒക്കെ ഉണ്ട്, ബലൂണിന്റെ ചുവപ്പ് മാതിരി. പക്ഷെ ഉള്ളിൽ അതുണ്ടോ എന്നുള്ളതാണ്. ഇൻകുൻതും മുഅ്മിനീൻ, മുഅ്മിനീനാണെങ്കിൽ, വിശ്വാസി ആണെങ്കിൽ. പക്ഷെ പിന്നെ നിങ്ങൾ എന്തിനാ അവരെ പേടിക്കണത്? അന്ന് ചോദിക്കണം. ഇതൊക്കെ ഖുർആൻ നമ്മളോട് ചോദിക്കുമ്പോ ഈ ഖുർആനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന നമുക്ക് ഇതിലൊന്നും ഒരു സംശയം പിന്നെയും വരിക എന്ന് പറയുമ്പോൾ അസുഖം നമുക്ക് വേറെയാണ്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഭയത്തിന് അടിമപ്പെടാതെ, ആശങ്കയ്ക്ക് അടിമപ്പെടാതെ, വിഷമവും ബേജാറും ഇല്ലാതെ അവൻ ഏതൊരു ദർശനത്തിലാണോ നിൽക്കുന്നത് ആ ദർശനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ സംവിധാനിക്കുവാൻ വേണ്ടി, എത്തിക്കുവാൻ വേണ്ടി, അതിനെ നിലനിർത്തുവാൻ വേണ്ടി നിലകൊള്ളേണ്ടവരാണ് അവർ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അങ്ങനെ കഴിയണം.
യൂസുഫ് അലൈഹിസ്സലാം തന്റെ മകൻ നഷ്ടപ്പെട്ടിട്ട് ഒരുപക്ഷേ തിരിച്ചു ലഭിക്കില്ല എന്നൊരവസ്ഥയിൽ പോലും തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറയുന്നു, വലാ തഅസു മിൻ റൗഹില്ലാഹി ഇന്നഹു ലാ യഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിങ്ങൾ നിരാശയടേണ്ട, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിരാശയടേണ്ട. തീർച്ചയായിട്ടും പഠിച്ചവന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നിരാശയാകുന്ന നിഷേധികൾ മാത്രമാണ്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ നിരാശ ബാധിക്കേണ്ടതില്ല. ആ പഠിച്ച തമ്പുരാൻ നിങ്ങളെ കൈവിടുകയില്ല. കാല വമൻ യഖ്നതു മിൻ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാലൂൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശരാകുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് അക്രമികൾ മാത്രമാണ്, അല്ലെങ്കിൽ വഴിപഴിച്ചവർ മാത്രമാണ്, ളാലിമീങ്ങൾ മാത്രമാണ്. വഴിപഴിച്ച ആളുകൾ, വഴിപഴിച്ചു പോയ ആളുകൾ മാത്രമാണ് പടച്ചവന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിരാശയടയുക. ബാക്കിയുള്ളവരാരും നിരാശയടയില്ല. അവർ പ്രതീക്ഷ അള്ളാഹുവിൽ വെച്ച് പുലർത്തും. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പണിയെടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്വപ്നം മനസ്സിൽ വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് വലിയ വിപ്ലവങ്ങളും വലിയ മാറ്റങ്ങളും വലിയ സംഭവങ്ങളും ഒക്കെ ഉണ്ടാക്കിയാൽ കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈവശം ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് പോലും അവർക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സാധ്യമാകുമായിരുന്നു, ഞങ്ങൾക്കിത് കഴിയും എന്ന്. തീർച്ചയായിട്ടും അവർക്കൊരു ആ പ്രതീക്ഷയോടൊപ്പം അവരുടെ പരിശ്രമം ഉണ്ടായിരുന്നു. അത് യാദൃശ്ചികമായിട്ട് അവരുടെ കയ്യിൽ ആ വിജയം കൊണ്ടുവന്ന് കൊടുക്കുകയല്ല. 9.58 സെക്കൻഡ് ഉസൈൻ ബോൾട്ട് ഓടിയ നേരമാണ്. എത്ര മില്യണ് സമ്പാദ്യം എന്നറിയാം? ഒരു മാസം 188 കോടിയാണ്. കേൾക്കുമ്പോൾ തന്നെ കണ്ണു തള്ളിപ്പോണു അല്ലേ? ലോകത്ത് ഒരുപാട് റെക്കോർഡുകൾ മൂപ്പര് ഭേദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പല റെക്കോർഡുകൾ ഇനിയും ആരും ഭേദിച്ചിട്ടില്ല. ഇതൊരു സുപ്രഭാതത്തിന് ഒരു ഓരത്തിരുന്നപ്പോൾ കിട്ടിയതല്ല. അതിനുവേണ്ടി ഒരുപാട് ഉറക്കം വിളിച്ച്, ഒരുപാട് പണിയെടുത്ത്, ഒരുപാട് പരിശ്രമിച്ച് 27 കൊല്ലാണ് മണ്ടേല ജയിലിന്റെ അകത്ത് കിടന്നത്. എന്നിട്ടാണ് ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന്റെ അപാർത്തികളൊക്കെ മാറ്റിക്കൊണ്ട് സൗത്ത് ആഫ്രിക്കയിൽ വിജയവുമായിട്ട് വന്നത്. ഇങ്ങനെ ലോകത്തെ എല്ലാ വിജയത്തിന്റെ കഥ നിങ്ങൾ എടുത്തു നോക്കണം. അതിന്റെ പിന്നിൽ ഒരു വിഷമത്തിന്റെ, ത്യാഗത്തിന്റെ, സമർപ്പണത്തിന്റെ ഒരു പർവം കടന്നു പോകാതെ ആരും വിജയിച്ചിട്ടില്ല. അത് ദുനിയാവിലാണെങ്കിലും ആത്മീയ ലോകത്താണെങ്കിലും ഇസ്ലാമിക ചരിത്രത്തിലാണെങ്കിലും ആ സ്വഹാബെ കിറാമൊക്കെ, ആ ഷൈബ് അബി ത്വാലിബിലും അതുപോലുള്ള മറ്റേ തായിഫിലും അങ്ങനെ ഓരോ രംഗത്തും അവരിതൊക്കെ അനുഭവിച്ചതിന് ശേഷം അള്ളാഹുവിന് പ്രതീക്ഷ കൈവിടാതെ തീർച്ചയായിട്ടും അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല എന്ന വിശ്വാസത്തോടു കൂടി പഠിച്ച തമ്പുരാന്റെ അടുത്തേക്ക് വന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ വിജയിച്ചു. അള്ളാഹു ചോദിച്ചു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ, എന്റെ അടിമക്ക് അല്ല പോരെ? നിങ്ങൾക്ക് ഞാൻ പോരാന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പോരെ നിങ്ങൾക്ക്? അല്ല ചോദിക്കുക. ഞാൻ മതി. നിഅമൽ മൗല വ നിഅമൽ വക്കീൽ, നിന്നെക്കാൾ വലിയൊരു വക്കീലും നിന്നെക്കാൾ വലിയൊരു നേതാവും നിന്നെക്കാൾ വലിയൊരു അവലംബവും ഞങ്ങൾക്ക് വേറെയില്ല എന്ന് പറയാൻ കഴിഞ്ഞ വിശ്വാസികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിജയിക്കാൻ കഴിയണമെങ്കിൽ അങ്ങനെ ഒരു ബന്ധം പടച്ച തമ്പുരാനുമായിട്ട് നമുക്കൊന്ന് മെനഞ്ഞെടുക്കേണ്ടതുണ്ട്. ആ റഹ്മാൻ നമ്മളെ കൈവിടുകയില്ല. നന്മ ചുരുങ്ങിയത് ഈ പ്രതിസന്ധി കാലത്ത് ഈമാൻ വിനഷ്ടമായി പോകാതെ, കൈമോശം വന്നു പോകാതെ, ആ ഇസ്ലാമിന് ഒരു ഓരത്തേക്കിട്ടിട്ട് ഒരു ഭാഗത്തേക്ക് തണലത്തേക്ക് മാറി നിൽക്കാതെ, അതിനുവേണ്ടി വെയിൽ കൊള്ളാനും അതിനുവേണ്ടി ത്യാഗം സഹിക്കാനും ഒക്കെ ഉള്ള ഒരു ത്യാഗം സഹിക്കാനും ഒക്കെ ഉള്ള ഒരു മാനസികാവസ്ഥയിൽ ആ റബ്ബിന്റെ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളാനുള്ള ഒരു അവസ്ഥയെങ്കിലും തീർച്ചയായിട്ടും നമുക്കുണ്ടാകണം. നാളെ ഒരു സമൂഹത്തിന് ഈ വിജയിക്കുന്ന ഒരു ദർശനത്തെ കൈമാറ്റിപ്പോയിക്കട്ടെ, അതങ്ങ് കൈമാറ്റി കൊടുത്ത് കൊണ്ടുപോയ ആളുകളാണ് നമ്മൾ എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയണം. പേടിച്ച് പിന്മാറിയ ആളുകളാകരുത്. ഇതെല്ലാം വരും. പക്ഷെ ഇതെല്ലാം വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കുവാൻ പ്രാർത്ഥന മാത്രം പോരാ, പരിശ്രമവും വേണം. എന്തെല്ലാമാണോ ഈ കാലഘട്ടത്തിൽ ഈ സമുദായം ഒറ്റക്കെട്ടായി നിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ടത്, അതെല്ലാം ചെയ്യുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഈ സമുദായം ഒരൊറ്റ സമുദായമാണ്, ഒരൊറ്റ ഉമ്മത്താണ്. ഏതെങ്കിലും താല്പര്യങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളുടെ പേരിൽ
ഏതെങ്കിലും താല്പര്യങ്ങളിലോ അതുപോലുള്ള എന്തിനെങ്കിലും പേരിൽ ഭയപ്പെട്ട് പിന്മാറി പോകേണ്ട ആളുകളൊന്നുമല്ല. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വിഷയത്തിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കഥയുണ്ട്. പടച്ചോനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ, ഇത് നിങ്ങൾക്കല്ല കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് കുത്തുബയിൽ പോയിട്ട് എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവിടെ പോയി പറയണമല്ലോ. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഥയാണ്. ഒരു സിംഹം മാടും കൂടെ പോയൊരു കഥ പറഞ്ഞു കൊടുക്കലുണ്ട് കുട്ടികൾക്ക്. മാടിനെ സിംഹം പിടിക്കാൻ പോയ കഥ. മാട് ഓടി ചെന്നൊരു പൊട്ടക്കുളത്തിൽ ചാടി. സിംഹവും തൊട്ട് പിന്നാലെ അങ്ങ് ചാടി മാടിനെ പിടിക്കാൻ ചെന്നപ്പോ സിംഹത്തിന്റെ കാല് പോന്തുകയാണ്. മാടിന് കുളമ്പുള്ളതുകൊണ്ട് മാട് ഷെഡിയായിട്ട് നിൽക്കുകയാണ്. കാലെടുത്ത് വീണ്ടും പോകുമ്പോഴൊക്കെ അതിന്റെ കാല് പൊന്തിപ്പോയപ്പോൾ ആള് വല്ലാതെ പേടിച്ചു പോയി. പിന്നെ അനങ്ങിയില്ല. സിംഹം അവിടെ തന്നെ നിന്നു. മറ്റേ ആള് സ്ഥിരമായിട്ട് ശക്തമായിട്ട് അവിടെ നിലയുറപ്പിച്ചു. അവസാനം മാട് ചൊപ്പിച്ച് സിംഹം ചോദിച്ചു, എടാ നമുക്ക് രക്ഷപ്പെടണ്ടേ? എടാ ചങ്ങായി, നമ്മൾ രണ്ടു കൂട്ടരും കൂടെ ഇങ്ങനെ നിന്ന് ചത്തുപോവില്ലേ? രക്ഷപ്പെടണ്ടേ? മാട് പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടണ്ട, നീ വേണേ രക്ഷപ്പെട്ടോ. അതെന്തേ? എനിക്കൊരു യജമാനുണ്ട്. എന്റെ കഴുത്തിലൊരു കയറ് കണ്ടോ? അത് ഞാനുമായുള്ള ഒരാളുടെ ബന്ധത്തിന്റെ ലക്ഷണമാണ്. നിങ്ങളതിനെ അടിമത്തം എന്നൊക്കെയാണ് പറയുക. നിങ്ങളതിനെ അടിമത്തം എന്നാണ് പറയുക. പക്ഷെ അതൊരു അടിമത്തല്ല, അതൊരു സംരക്ഷണമാണ്. 6 മണി കഴിഞ്ഞ് എന്നെ കണ്ടിട്ടില്ല എങ്കിൽ, ഒരു സമയം കഴിഞ്ഞ് എന്നെ കണ്ടിട്ടില്ല എങ്കിൽ എന്റെ യജമാനൻ വരും, എന്നെ വലിച്ചു കയറ്റി കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ ഞാനെന്തിനു പേടിക്കണം? പിന്നെ ഞാൻ പേടിക്കണ്ടല്ലോ. വേണ്ട, എനിക്കതിന്റെ ആവശ്യമില്ല. കുറച്ചു കഴിഞ്ഞു, ആള് വന്നു, മാടിനെ വലിച്ചു കയറ്റി കൊണ്ടുപോയി. സിംഹം അവിടെ തന്നെ കിടന്നു. ഇത് സംഗതി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്കൊരു യജമാനനുണ്ട്. അവനും നമ്മളും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു കയറ്. ആര് തന്റെ കഴുത്തിലെ ആ റബ്ബുമായിട്ടുള്ള ബാന്ധവം അഴിച്ചു വെച്ചോ അവൻ മാത്രം മീത്തത്വം ജാഹിലിയ. അവൻ ജാഹിലിയാമാരനാണ് അവനുള്ളത്. ആ റഹ്മാനായ റബ്ബും അവന്റെ പ്രവാചകനും അവന്റെ വേദഗ്രന്ഥവുമായിട്ടുള്ള ഒരു ബന്ധം അവൻ ലൈവായിട്ട് കാത്തുസൂക്ഷിച്ച് അവനെ പ്രതീക്ഷ ചേർപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ അവനക്ക് പേടിക്കാനൊന്നുമില്ല. തീർച്ചയായിട്ടും അവൻ രക്ഷപ്പെടുത്തും. അങ്ങനെ ഒരു തവക്കുലിന്റെ, അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ, അങ്ങനെ ഒരു പ്രതീക്ഷയുടെ അവന്റെ ദീനിലാണ് ഞങ്ങളുള്ളത്. ആ ദീന് പരാജയപ്പെടുകയില്ല. ആ ദീനിന് വേണ്ടി നമ്മൾ നിലകൊണ്ടു കഴിഞ്ഞാൽ അത് വിനഷ്ടമാവുകയില്ല എന്നൊരു ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സമൂഹത്തെ ആർക്കും ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. ഈ പൂച്ചാണ്ടി കാണിച്ചിട്ടൊന്നും നമ്മൾ പേടിക്കില്ല എന്ന് തന്നെ ഉറക്കെ പറയുവാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ധൈര്യം തന്നിട്ടുണ്ട്, നമുക്ക് ആത്മവിശ്വാസം തന്നിട്ടുണ്ട്, നമുക്ക് പിന്തുണ തന്നിട്ടുണ്ട്. അവൻ നമ്മളോടൊപ്പമുണ്ട് എന്ന ഉറച്ച വർത്തമാനവും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവനെ ഒപ്പം കൂട്ടുവാനുള്ള സ്വഭാവവും പെരുമാറ്റവും സംസ്കാരവും രീതിയും നമുക്കുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. റൂമിന്റെ തോന്നുന്നു വായിച്ചപ്പോ തോന്നി, അദ്ദേഹം കുളിക്കാൻ ചെല്ലുമ്പോ നല്ല വിലപിടിച്ച വസ്ത്രമാണ്. ആ വസ്ത്രം അവിടെ ഊരി വെച്ചിട്ട് ആള് കുളിക്കാൻ പോയി. കുളിച്ചു കഴിഞ്ഞ് വരുമ്പോ ഉണ്ട് ഒരാളവിടെ കാവൽ നിൽക്കുന്നു. ആളോട് ചോദിച്ചു, നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നത് ചോദിച്ചു. അല്ല, ഇത്രയും വിലപിടിച്ച വസ്ത്രം വെച്ചിട്ട് നിങ്ങൾ കുളിക്കാൻ പോയാൽ തിരിച്ചു വരുമ്പോഴേക്ക് ആരെയും കൊണ്ടുപോയില്ല സാഹിബേ. ഞാൻ ഇവിടെ ഒരാളെ നിർത്തിയിട്ട് പോയതാണല്ലോ, അയാൾ എപ്പോഴാണ് നിങ്ങളെ ഈ പണി ഏൽപ്പിച്ചതെന്ന് ചോദിച്ചു. മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാനൊരാളെ ഏൽപ്പിച്ചിട്ട് പോയതാണോ, അയാളെപ്പോ എപ്പോഴാണ് നിങ്ങളെ ഇത് ഏൽപ്പിച്ച് എന്ന് ചോദിച്ചു. ഇതൊരു തവക്കലിന്റെ വർത്തമാനമാണ്. അത് തത്വചിന്തകന്മാര് പറയുന്ന ഒരാഴത്തിലുള്ള ഒരു വല്ലാത്ത തവക്കലിന്റെ ഒരു വർത്തമാണ്. വേറെ നിങ്ങൾ കേട്ടു നോക്കുക. ആ പടച്ചോനുമായിട്ട് നമ്മളൊക്കെ ഈ പടച്ചോനായിട്ടുള്ള ബന്ധത്തിലാണല്ലോ. അതിനേക്കാൾ വലിയ ബന്ധം വേറൊന്നുമില്ല. അതുള്ളവർക്ക് വേറൊന്നും പേടിക്കാനില്ല. പക്ഷെ ആ ബന്ധം എത്ര ഉണ്ട് നടക്കാൻ വേറൊരു വർത്തമാനം കൂടെ. റാബിയത്തുൽ ബസ്രിയുടെ പ്രാർത്ഥനയാണ്. പറയാണ്, പടച്ചോമ്പരാനെ, ഈ ദുനിയാവിൽ എന്തൊക്കെ ഹൈറും ബർക്കത്തും നീ എനിക്ക് തരുന്നുവോ അതൊക്കെ എന്റെ ശത്രുക്കൾക്ക് കൊടുക്കണേ.
ഒന്ന് ദ്വാരന്ന് നോക്കി, കഴിയോ? നിങ്ങളുടെ എതിരികളെ, നിങ്ങളുടെ ശത്രുക്കളെ, നിങ്ങളുടെ പാര വയ്ക്കുന്ന, നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഹൈറൊക്കെ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം? കഴിയില്ല. പറഞ്ഞു അങ്ങനെയാ, എന്തൊക്കെ ഹൈർ ഈ ദുനിയാവിൽ നീ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതെല്ലാം എന്റെ ശത്രുക്കൾക്ക് നീ കൊടുക്കണേ. നാളെ പരലോകത്ത് എന്തൊക്കെ നീ ഉദ്ദേശിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ഹൈറ്, എന്തെല്ലാം അനുഗ്രഹങ്ങൾ നാളെ പരലോകത്ത് നീ എനിക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ, അത് മുഴുവൻ വിശ്വാസികൾക്കും കൊടുക്കണം. അപ്പൊ ദുനിയാവിലുള്ള ഹൈറൊക്കെ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവിലത്തെ ഹസനത്തൊക്കെ ശത്രുക്കൾക്കും കൊടുത്തു, ആഖിറത്തിലുള്ള ഹസനത്തൊക്കെ ആർക്കും കൊടുത്തു? മുഅ്മിനീങ്ങൾക്കും കൊടുത്തു. ഇനി എന്താ ബാക്കിയുള്ളത്? പക്ഷെ ഒന്ന് മാത്രം എനിക്ക് നീ നിഷേധിക്കരുത്. വമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. നാളെ പടച്ചതമ്പുരാൻ എങ്ങനെ കൺകൂടായി കാണാൻ, നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണാൻ ഉള്ള ആ ഭാഗ്യമില്ല. അത് മാത്രം എനിക്ക് നിഷേധിക്കരുത് റബ്ബേ, അതെങ്കിലും എനിക്ക് വേണം. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അവരതാ അള്ളാഹുവിനെ കൺവെട്ടാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. 14 രാവിലെ പൂർണ്ണചന്ദ്രനെ കാണുന്ന ആ തെളിമയോടുകൂടി, ആ അടുപ്പത്തോടുകൂടി. ആ ഒരു ഭാഗ്യമുണ്ടല്ലോ. ഇതൊരു പ്രേമത്തിന്റെ പരമകാഷ്ഠയാണ്. ഇത് രണ്ടുമുള്ളവരായിരുന്നു വിജയിച്ചത്. ഇത് ഒരു ഭാഗത്ത് പരിശ്രമിക്കാനും പാടുപെടുവാനുള്ള മനസ്സും, മറുഭാഗത്ത് ആർക്ക് വേണ്ടി പരിഗണിക്കുന്നു? ഇങ്ങനെയൊരു റബ്ബിന് വേണ്ടി. ഇങ്ങനെയൊരു തവക്കലും, ഇങ്ങനെയൊരു പ്രേമം, പടച്ചതമ്പുരാനുള്ള സമർപ്പണവും ഒക്കെ ഉള്ള ഒരു പറ്റം ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് വിജയിക്കുക. നിങ്ങളുടെ കളറിലല്ല കാര്യം, നിങ്ങളുടെ കരുത്തിലാണ്. നിങ്ങളുടെ ഹാവഭാവങ്ങളിലല്ല കാര്യം, നിങ്ങളുടെ ഉള്ളിലെ ഈമാനിലാണ്. അതാണ് എന്ന് പറഞ്ഞതിന്റെ ആത്യന്തികമായ അർത്ഥം. ആ അർത്ഥത്തിലുള്ള മുഅ്മിനായി മാറുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.